എന്താ അമ്മൂമ്മയുടെ പ്രശ്നം? വല്ല തുമ്മലും ഉണ്ടാ? അല്ല കുറെ നേരമായിട്ട് എന്നെ കാണുമ്പോ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുകയാണല്ലോ. അത് വലിയ എലിയും ചത്ത് കിടക്കണ്ട. എന്റെ ലച്ചു, അമ്പലത്തിൽ പോകുമ്പോഴെങ്കിലും നിനക്ക് നേരാമണ്ണുള്ള ഡ്രസ് ഇട്ടോണ്ട് വന്നൂടായോ? നിനക്ക് എന്തുവാ ഇത്? നിന്നോട് എത്ര തവണ പറയണോ ഇതൊക്കെ? അഹങ്കാരി. അമ്മമ്മേ, അമ്മ പറഞ്ഞ ജോത്സ്യൻ എപ്പോഴാ വരുന്നേ? അത് 10 മണിക്ക് തന്നെ എത്തും. അദ്ദേഹം പറഞ്ഞ സമയത്ത് തന്നെ വരും. 5 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകത്തില്ല. അമ്മ, അയാളുടെ പേരെന്താണ്? അയാളോ? അദ്ദേഹം ഒന്ന് വിളിക്കച്ചേ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഹരി പത്തനാപുരം. നമ്മുടെ ഭാഗ്യം കൊണ്ടാ അദ്ദേഹം ഇന്ന് വരാമെന്ന് പറഞ്ഞത് തന്നെ. അമ്മ, உங்களுக்கு எப்படி അവരെ தெரியும்? അതോ, ഇവരുടെ അപ്പൂപ്പന്റെ ഒരു അകന്ന ബന്ധുവാ. പണ്ട് ഒരുപാട് തവണ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ അടുത്ത സമയത്തൊന്നും വന്നപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഫോൺ വിളിച്ചിട്ടാണെങ്കിലോ കിട്ടുന്നുമില്ല. അമ്മ, ജോത്സ്യം വരുമ്പോൾ നമ്മ ഏതാ സ്പെഷ്യൽ പണി കൊടുക്കലാമാ? പൊന്നു കനകേച്ചി, നിങ്ങൾ ഓരോന്നും ഉണ്ടായി കൊടുത്ത് വെറുപ്പിക്കല്ലേ. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഉള്ളത് കഴിച്ചിട്ട് പൊക്കോളും. അദ്ദേഹം വന്നാലേ ഒരു വീട്ടിൽ നിന്ന് ഒരു വകയും കഴിക്കത്തില്ല. വരുന്നു, പ്രശ്നം നോക്കുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. ഫുള്ള് ഹോട്ടലിൽ നിന്നായിരിക്കും കഴിക്കുന്നത്. ഭഗവതി, എല്ലാം നന്നായിട്ടൊക്കെ വരണേ. എന്തൊരു ചൂടായത്. എല്ലാരും ഇങ്ങോട്ടൊന്ന് വന്നേ. അതെ കേശു, ഞാൻ ആ ഹരിയുടെ നമ്പർ തരാം. നീ ആണെങ്കിൽ ആ ലൊക്കേഷൻ ഒന്ന് ഇട്ട് കൊടുക്കണം. കേട്ടോ? പിന്നെ കണ്ട, എല്ലാരോടും കൂടെ ഞാൻ പറയുക, അദ്ദേഹം വരുമ്പം എല്ലാവരും നല്ല ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കണം കേട്ടോ. ജ്യോത്സ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ ഓരോരുത്തരായിട്ട് നമസ്കാരം പറയണം. ആദ്യം പാറു, പിന്നെ പ്രായത്തിന്റെ അനുസരിച്ച് ഓരോരുത്തർ. അപ്പോ പാറു കഴിഞ്ഞാൽ ഞാൻ, അത് കഴിഞ്ഞ് ഞാൻ, അത് കഴിഞ്ഞ് ഞാൻ, അതുക്കപ്പുറം ഞാൻ. പിന്നെ അഹങ്കാരം പാടില്ല. അത് എനിക്കിട്ടുള്ളതല്ലേ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എല്ലാരോടും കൂടെ പറഞ്ഞതാ. എല്ലാവർക്കും പറഞ്ഞല്ല, ഓർമ്മയുണ്ടല്ലോ. വന്ന് കേറുന്ന ആള് വിചാരിച്ചോട്ടെ ഇവിടെ ഉള്ളവർക്കെല്ലാം നല്ല അടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ടെന്ന്. അമ്മൂമ്മേ, അമ്മൂമ്മേ. മോനെ ഹരി, ചേച്ചി, എന്തുകൊണ്ട് വിശേഷങ്ങൾ? സുഖാണോ? സുഖം. നമസ്കാരം. നമസ്കാരം മോളെ. നമസ്കാരം. 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 സോറി, നമസ്കാരം. നമസ്കാരം. അമ്മൂമ്മ പറഞ്ഞില്ല, പറഞ്ഞോട്ട്. നമസ്കാരം ഹരി. ഇതെന്താ എല്ലാരും പറഞ്ഞു പഠിപ്പിച്ച മാതിരിയാണല്ലോ നമസ്കാരം പറയുന്നേ. കറക്റ്റ്. എങ്ങനെ മനസ്സിലായി? ഒരു ത്രികാലം ഞാനേ ഉണ്ട്. ത്രികാലജ്ഞാനിയാ? ഇതൊക്കെ ആരാണ് മോളെ പഠിപ്പിച്ചു തന്നെ മോളെ? ഇത് അച്ഛനും എല്ലാരും പറയുന്ന വാക്കാം. ഓഹോ, എന്നാ ആ വാക്കിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ. ഇപ്പൊ നടക്കാൻ പോകുന്നതും നടന്നു കഴിഞ്ഞതും ഇപ്പൊ നടക്കുന്നതും പറയുന്ന ആള്. മിടുക്കിയാണല്ലോ. ഇനി വന്നേ. എന്താ മോളുടെ പേര്? എന്റെ പേര് പാർവതി ബാലേന്ദ്രൻ തമ്പി. ഹരിക്ക് മനസ്സിലായില്ലല്ലോ? ഇല്ല. നീലുവിന്റെ മോളാ. കണ്ടിട്ടില്ലല്ലോ അവളെ? ഇല്ലില്ല, ഞാൻ ആദ്യമായിട്ട് കാണണേ. ശോഭന ചേച്ചി, ഇവളെ നല്ല മിടുക്കിയായിട്ട് മാളും. ഒരുപാട് അറിയപ്പെടുന്ന ഒരാളായി മാറാനുള്ള എല്ലാ യോഗവും ഇവക്കുണ്ട്. കേട്ടാ പറഞ്ഞ കേട്ടാ, ഭാവിയിൽ ഞാൻ ഒരു വലിയ ആളാവുന്നു. മോളെ ഇങ്ങോട്ട് നോക്കിയേ. അങ്കിള് പറഞ്ഞുകൊണ്ട് മാത്രം അങ്ങനെ വലിയ ആളാവത്തില്ല. പിന്നെന്ത് വേണം? നല്ലതുപോലെ പഠിക്കണം, നല്ലതുപോലെ പ്രയത്നിക്കണം. എങ്കിൽ മാത്രമേ മോള് വലിയ ആളാവുള്ളൂ കേട്ടോ. പക്ഷെ വലിയ ആളാവാൻ വേണ്ടി പ്രയത്നിച്ചോണം മോളെ. പിന്നെ ഈ ത്രികാലജ്ഞാനിയായിട്ടൊക്കെ ഇരിക്കാൻ മനുഷ്യന് പറ്റില്ല. അതൊക്കെ സർവേശ്വരന് മാത്രമേ കാലമൊക്കെ ഗണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. മോനെ, കുടുംബമൊക്കെ സുഖമായിട്ടിരിക്കുന്നേ? സുഖമായിട്ടിരിക്കുന്ന ചേച്ചി. പിന്നെ അറിയാലോ, എല്ലാ വീട്ടിലും ഉള്ളതുപോലെ തട്ടലും മുട്ടലും എല്ലാ വീടുകളിലും ഉണ്ട്. അതൊക്കെ നമ്മുടെ വീട്ടിലും ഉണ്ടാവും. ലച്ചു, ഓർമ്മയുണ്ടോ നിനക്കെന്നെ? അവിടെ പണ്ട് പടവലത്തെ വീട്ടിൽ വെച്ച് കണ്ട ഒരു ചെറിയ ഓർമ്മയുണ്ട്. വലിയ ഓർമ്മയൊന്നുമില്ല. അന്ന് ഞാൻ അമ്മയുടെ ഒക്കത്തായിരുന്നല്ലോ. ഓഹോ, അത് ശരി. ഇതാരാണ് ചേച്ചി? ഇതെന്റെ മരുമോള്. ഓ, നമ്മുടെ ശ്രീകുട്ടന്റെ ഭാര്യയോ? ശ്രീകുട്ടന്റെ ഭാര്യ. നമസ്കാരം, ഞാൻ കേശു. എടാ കേശു, നീ നിക്കറുണ്ടാകുന്ന കാലത്ത് കണ്ടാ ഞാൻ. ഇപ്പൊ നീ താടിയും മീശയൊക്കെ വളർന്ന് വലിയ ആളായല്ലേ. ഞാൻ ജോത്സ്യനെ പറ്റി ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല കാര്യങ്ങളൊക്കെ തന്നെ കേട്ടത്. ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ അല്ലേ? അതെയാ. நான் கனகம், மதுரையில இருந்து வந்தேன். கௌரியோட ஹோட்டல்ல ஒர்க் பண்ண போறேன். ഗൗരി, ഗൗരിക്ക് ഹോട്ടലൊക്കെ ഉണ്ടോ?
ഹോട്ടൽ ഓപ്പൺ ആയിട്ടില്ല, എന്തായാലും 1 മാസത്തിനകം ഓപ്പൺ ആവും. ഇത് തന്നെ 6 മാസം കൊണ്ട് പറയണത് ഓപ്പൺ ആവണില്ല. ആ അതിനാണ് ഞാൻ മോനോട് വരാൻ പറഞ്ഞത്. എന്ത് ഹോട്ടലിൽ ചായ അടിക്കാനോ? അയ്യോ അല്ല, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. മൊത്തം അങ്ങ് തടസ്സങ്ങളാണെന്നേ. അതെല്ലാം ഒന്ന് നോക്കി കണ്ട് അതിനൊരു പരിഹാരം പറഞ്ഞു തരണം. നോക്കുന്നതിന് മുമ്പേ ചായയോ കാപ്പിയോ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് തന്നുകൂടെ എന്റെ ഭവാനി ചേച്ചി? അയ്യോ അത് ഞാനങ്ങ് മറന്നുപോയി. അയ്യോ വർത്താനത്തിന്റെ ഇടയ്ക്ക് അതങ്ങ് വിട്ടുപോയി. മോന് ചായയാന്നോ കാപ്പിയാന്നോ വേണ്ടുന്നേ? ചായയും കാപ്പിയും മാത്രം ഒന്നും പോരെ ചേച്ചി? ഞാൻ വരുന്ന വഴിക്ക് ഒന്നും കഴിച്ചിട്ടില്ല, ഇവിടുത്തെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ആ ഇഡ്ഡലി സാമ്പാറുണ്ട്, കഴിക്കാം. അമ്മമ്മല്ലേ പറഞ്ഞേ ഹരിജോത്സവന് എവിടുന്നും ഒന്നും കഴിക്കില്ലെന്ന്? മോളെ അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒന്നും കഴിക്കത്തില്ല മോളെ, പക്ഷെ വിശന്നാ ഞാൻ എവിടുന്നും കഴിക്കും. കനകം ഇഡ്ഡലി സാമ്പാറും എടുക്ക്. ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ ചേച്ചി, ഇഡലി സാമ്പാറും ഒക്കെ ഇങ്ങോട്ട് എടുക്കുകയാണോ? അയ്യോ അല്ല, മോനെ ഭാഗത്തോട്ടിരിക്കാം. മോനെ ആ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല മോനിങ്ങനെ ചുറ്റും നോക്കുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് വരുമല്ലേ ചേച്ചി, നല്ല ഡിസൈൻ, നല്ല കളർ കോമ്പിനേഷൻ, അതൊക്കെ ഒന്ന് കണ്ടതാ. ആ അതുകൊണ്ട് നോക്കിയതാണോ? അതെ. പേടിക്കണ്ട, ഡിസൈൻ നോക്കിയതാ. എന്നാ വന്ന വാ. നല്ല സാമ്പാറായിരുന്നു ചേച്ചി. ഓ അതുകൊണ്ട് വയറ് നിറച്ച് കഴിച്ചു. വയറ് പൊട്ടുന്ന പോലായി ശരിക്കും പറഞ്ഞ. ചായ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയതാ. അടിപൊളിയാണല്ലോ. ജോൾസന് എന്തോ കുഴപ്പം കണ്ടിട്ടുണ്ട്. ഭഗവതിയെ കാത്തോണേ. വാ വാ എല്ലാരും വാ വാ. എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല പിന്നെ മോൻ കിണറ്റിലോട്ട് നോക്കി. എന്റെ പൊന്നു ചേച്ചി, മലയാളികളുടെ പൊതു സ്വഭാവം അറിയത്തില്ല. ഏത് വീട്ടിൽ ചെന്നാലും ആദ്യം കിണറ്റിലൊന്ന് നോക്കണം. അതാ മലയാളിയെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം. പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കേശുവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. എടാ നീ മീശയും താടിയൊക്കെ വെച്ച് ഇങ്ങനെ നടക്കാതെ ഇതൊന്ന് വൃത്തിയാക്കിയിട്ടൂടെ? ഇങ്ങനാണോ കിണറിടേണ്ടത്? ഇത് കുടിവെള്ളമല്ലേ, ഇത് ശുദ്ധമായിരിക്കണ്ടേ? അത് ചെയ്യണം കേട്ടാ. മോനെ എന്താ ചേച്ചി, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ എന്ത് പ്രശ്നം? അല്ല മോൻ ഇങ്ങനെ നോക്കുന്നു. എന്റെ ചേച്ചി നല്ല സ്ഥലം, ഒരുപാട് മരങ്ങൾ, മാത്രമല്ല ടൗണിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമല്ലേ. ഇവിടെ സെന്റിന് എങ്ങനെയാ വിലയൊക്കെ? സെന്റിന് 10-15 ലക്ഷം രൂപ അതിൽ കൂടുതലൊക്കെ വരും. ആ കൊള്ളാം. ചേച്ചി കുറച്ച് വെള്ളം കിട്ടുമോ? വെള്ളോ? എങ്ങനെ എടുക്കണ്ടെന്നേ? ഒരു ഗ്ലാസ്സിലെടുക്ക്. ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തോണ്ടോ പിള്ളേരെ? ഒരു കാര്യങ്ങളുണ്ട്. പൂവലയും കൊണ്ട് എടുക്കട്ടെ. എന്തിന്? ഇവിടെ എല്ലാരും പൂവലയിട്ടാണോ വെള്ളം കുടിക്കുന്നത്? ആ കുടിക്കാനായിരുന്നോ? പിന്നെ എന്തിനെന്ന് വിചാരിച്ചു? ഞാൻ വിചാരിച്ചു വല്ലതും പൂജയ്ക്ക് വല്ലതും ആയിരിക്കും. ബെസ്റ്റ്. அப்படின்னா நான் எடுத்துட்டு வரேன். உங்களுக்கு மோரும் வெள்ளம் வேணுமா? വേണ്ട, പച്ചവെള്ളം മതി. പിന്നെ ഇവിടെ പിള്ളേരെല്ലാം പറയുമായിരുന്നു ഹരി ഭയങ്കര സിമ്പിളാ, പാവാ, നല്ല മനുഷ്യനാന്നൊക്കെ പറയുമായിരുന്നേ. വെറുതെയാണ് ചേച്ചി. ജാട കാണിക്കേണ്ടടുത്ത് ഞാൻ ജാട തന്നെ കാണിക്കും. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ വീടിന് വല്ലോ? എന്ത് പ്രശ്നം? അല്ല 10-15 വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇവിടുന്ന് മാറാൻ പറ്റിയിട്ടില്ലെന്നേ.
ഹൗസ് ഓണറായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? യാതൊരു പ്രശ്നവും ഇല്ല. എന്റെ പൊന്നു ചേച്ചി, ഇവിടെ 1 വർഷം കഴിയുമ്പം ആളുകളെ ഉടമ ഇറക്കി വിടുന്ന നിങ്ങൾക്ക് 15 വർഷമായെങ്കിൽ അതൊരു ഭാഗ്യല്ലേ ചേച്ചി? ഹൗസ് ഓണർ ആക്ച്വലി അടിപൊളിയാണ്, നമ്മുടെ അടുത്ത് പ്രശ്നമൊന്നുമില്ല. ഇത്രയും നാളായിട്ടുണ്ടല്ലോ വാടക പോലും മര്യാദയ്ക്ക് കൂട്ടിയിട്ടില്ല. എന്റെ ചേച്ചി, ഭാഗ്യമാണത്, ഭാഗ്യം. സന്തോഷിക്കാൻ നോക്ക്, വാടക കൂട്ടിയില്ലല്ലോ. അല്ല ഹരി, ഈ വാസ്തുപുരുഷന്റെ കിടപ്പൊക്കെ ശരിയാണോ? അതേത് പുരുഷൻ എവിടെ കിടക്കുന്നു? ഓറോ, നിന്നോട് ഞാൻ പറഞ്ഞു മിണ്ടരുതെന്ന്. ചേച്ചി ഞാൻ പറഞ്ഞു കൊടുക്കാം മോളെ. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ഗ്രാഫിക്കൽ സിസ്റ്റം ഉണ്ടല്ലോ, ഒരു ഗ്രാഫിക്സ് വരയ്ക്കുന്നത്. അപ്പൊ നമ്മൾ വീട് വെക്കുന്നതിന് വേണ്ടിയുള്ള ആ വരയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഗ്രാഫിക്കൽ സിസ്റ്റമാണ് എന്ത്? വാസ്തു പുരുഷൻ. മനസ്സിലായോ? ഇവിടുന്നേ ഒരു നല്ല വീട് വെച്ചിട്ട് അങ്ങോട്ട് മാറണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ നടക്കുന്നേ ഇല്ലെന്നേ. പ്രശ്നമാണ് ചേച്ചി, പ്രശ്നമാണ്. പ്രശ്നമില്ലേ? പ്രശ്നമുണ്ട്, ശരിക്കും പ്രശ്നമുണ്ട്. കാരണം ഞാനും കുറെ കാലമായിട്ട് വിചാരിക്കുന്ന ചേച്ചി നല്ലൊരു വീട് വെച്ച് മാറണമെന്ന്, പക്ഷെ നടക്കുന്നേ ഇല്ല. പൈസ ഇല്ല, വലിയ ബുദ്ധിമുട്ടാന്നേ. എന്ത് ചെയ്യും? എത്ര കാലമായിട്ട് സ്വപ്നം കാണുന്ന, എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്ന, ഒരു രക്ഷയില്ല. ഹരിക്ക് അവളുടെ നാളറിയണ്ടേ? എന്തിന്? എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. നിർബന്ധാന്നെങ്കിൽ പറ. ഉത്തരാടം. കേശുവിന്റെ നാൾ ഉത്തരാടാ. അതിന് അതിനൊന്നും ഇല്ലേ? ഒരു വീട്ടിൽ ഒരേ നാള് 2 പേർക്കുണ്ടെങ്കിൽ ഒന്ന് ഐശ്വര്യമാണെന്നല്ലേ പറയുന്നേ? എന്നാര് പറഞ്ഞു? അമ്മൂമ്മ പറഞ്ഞു. അമ്മൂമ്മയെ പറയുള്ളൂ. ജ്യോതിഷത്തിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല, ഒരു വീട്ടിൽ 2 നാൾ വന്നാൽ ഐശ്വര്യാന്ന്. അങ്ങനെയാണെങ്കിലേ ഇപ്പൊ സിസേറിനുള്ള സമയമല്ലേ, ആളുകൾ സമയം എടുത്തിട്ട് ഒരേ വീട്ടിൽ 2 നാളിന് സിസേറിയ ചെയ്യത്തില്ലേ ചേച്ചി? ചേച്ചി, നാള് മാത്രമല്ല കാര്യം, ഒരു മനുഷ്യന്റെ പ്രവൃത്തിയും പ്രവർത്തനങ്ങളും അവന്റെ ജീവിതചര്യയൊക്കെയാണ് അവന്റെ സ്വഭാവവും ഒക്കെ നിയന്ത്രിക്കുന്നത്. അല്ലാതെ നാള് മാത്രം നോക്കി അല്ലല്ലോ ചേച്ചി. വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് ഹരി. ഇനി എന്ത് പ്രശ്നം? എവിടെ കെട്ടിയോൻ ഗൾഫിലാ. കൊറേ നാളായിട്ട് ദാ വരുന്നു ദോ വരുന്നു ദേ വരുന്നു എന്ന് പറഞ്ഞു ഇതുവരെ വരാൻ പറ്റുന്നില്ലെന്നേ. ലീവ് കിട്ടാത്തോണ്ടായിരിക്കത്തില്ലേ? അതെന്താ ലീവ് കിട്ടാത്തെ? ഫോൺ കയ്യിലുണ്ടോ? ഇല്ലെങ്കിൽ പോയി എടുത്തൊന്ന് വിളിച്ചു ചോദിക്കുക. ഇത് ഞാൻ എങ്ങനെ പറയുന്നത് എന്താ ലീവ് കിട്ടാത്തത്? അതൊന്നും നോക്കി പറയാൻ പറ്റത്തില്ലയോ? ഗൾഫിൽ കിടക്കുന്നവര് ലീവ് കിട്ടാത്ത എന്താ ഞാൻ എവിടെ നോക്കി പറയണം ചേച്ചി? അവൻ ഇങ്ങോട്ട് വരാത്തോണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമാണെന്നേ. ചേച്ചി, അവന്റെ കമ്പനി എങ്ങനെ ഉണ്ട്? അത്യാവശ്യം നല്ല കമ്പനിയാ. നല്ല ശമ്പളം ഉണ്ടോ മോളെ? ഉണ്ട്. കറക്റ്റ് ആയിട്ട് സാലറി കിട്ടുന്നുണ്ടോ? ഉണ്ട്. കൃത്യമായി സാലറി അയച്ചു തരുന്നുണ്ടോ? ഉണ്ട്. ചേച്ചി, എത്ര പിള്ളേരാണ്, എത്ര ആളുകളാണ് ചേച്ചി ഗൾഫിൽ പോയിട്ട് ജോലിയില്ല. ജോലി ഉണ്ടെങ്കിൽ ശമ്പളം ഇല്ല, ശമ്പളം ഉണ്ടെങ്കിൽ താമസം കൊള്ളില്ല. അവൻ മര്യാദയ്ക്ക് അവിടെ നിൽക്കുന്നില്ല ചേച്ചി. അവൻ അവിടെ നിൽക്കട്ടെ, പൈസ ഉണ്ടാക്കട്ടെ, വീടൊക്കെ വെക്കണ്ടേ? ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്തിനാണ് ചേച്ചി? അതല്ലേ മോളെ ശരി? ചേച്ചിയും കൂടെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ലീവ് കിട്ടുമ്പോ അവൻ വന്നോളും ചേച്ചി. ഇതല്ലേ പാറമട? എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ചേച്ചിയല്ലേ പറഞ്ഞ ഇവിടെ ഒരു പാറമടയുണ്ടെന്ന്. അതാണോന്ന് ചോദിച്ചല്ലേ. നമുക്ക് അകത്ത് പോയാലോ? എന്തുപറ്റി ഹരി ജ്യോതിഷനങ്ങളെ? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെയിലടിക്കുന്നില്ലടാ, ടാൻ ആവത്തില്ലേ? അകത്തോട്ട് പോവാം. ഹരിജോത്സനങ്ങളെ, ഒരു ദിവസം എത്ര പേരുടെ ജാതകം നോക്കും? എത്ര പേരുടെ നോക്കണം? എത്ര നോക്കും എന്നാലും പറ. വരുന്നവരെല്ലാം നോക്കും മോളെ. എത്ര തെറ്റിയിട്ടുണ്ട്? കുറുമ്പി, എത്ര ശരിയാവോ ചോദിക്കേ? ഹരി, എന്തോ? എന്റെ മരുമോടെ നാള് മകയിരം. അതിന് ഇവക്ക് മൊത്തത്തിൽ പ്രശ്നമാണെന്നേ. പിന്നെ എനിക്കെന്തോന്ന് പ്രശ്നം അമ്മ? ചുമ്മാ എവിടെ ഒരേ ഒരു ഭർത്താവ്. ഒരേ ഒരു ഭർത്താവ്? അല്ല, എന്റെ മോൻ ശ്രീകുട്ടനെ, അവൻ അങ്ങ് ഗൾഫിലാ. അതിന് അവനെ വരുത്തണം ഗൾഫിൽ നിന്ന്? ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ശരി ചേച്ചി, അവൻ ഗൾഫിലല്ലേ പോയതല്ല, ഡിവോഴ്സ് ഒന്നും ആയിട്ടൊന്നുമില്ല. ചേച്ചിയുടെ വിഷമം കണ്ടാ തോന്നും അവൻ എന്തായാലും ഡിവോഴ്സ് ആയി പോയാന്ന്. ഇവിടെ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നം, അവരും ഡൈവോഴ്സ് ചെയ്യാൻ നിൽക്കുക. ഹരി, ഞാൻ കുറ്റം പറയുവാന്ന് വിചാരിക്കരുത്. എവിടെ ചില നേരത്തെ ദേഷ്യം കണ്ടുണ്ടല്ലോ, നമ്മളൂടെ പേടിച്ചു പോകും. എന്താ എങ്ങനെയാ പറയുന്നതെന്ന് പോലും അറിയത്തില്ല. ചില കാര്യങ്ങൾ നമുക്ക് പുറത്തു പറയാൻ കൊള്ളത്തില്ലെന്നേ. ചേച്ചി, പുറത്തു പറയാൻ പറ്റാതാണ് എന്നോട് ദൈവത്തെ ഓർത്ത് പറയരുത്, എനിക്ക് കേൾക്കണ്ട. എന്തോന്നമ്മ ജോത്സ്യനെ വിളിച്ചു വരുത്തി ഇതൊക്കെ പറയാനാ? നീ മിണ്ടതവിടെ നിന്നോണം. ദേഷ്യം വന്നു കഴിഞ്ഞുണ്ടല്ലോ, ആണാന്നോ പെണ്ണാന്നോ നോക്കത്തില്ല, കിട്ടുന്നെടുത്ത് പുറന്നെടുക്ക കൊടുക്കുന്നേ. ഒരുമാതിരി ബാധ കയറിയതുപോലെ. ആണോ? സത്യമാണോ മോളെ ഇത്?
സത്യമാണ്. കൊടുകൈ സൂപ്പർ. പെമ്പിള്ളേരെ എങ്ങനെ വേണം? താങ്ക്സ് ഫോർ സപ്പോർട്ട്. ഞാനും ഇങ്ങനെ എനിക്കിഷ്ടമില്ലാത്ത കാര്യം കണ്ടാൽ ദേഷ്യം വന്നാൽ അപ്പ പ്രതികരിക്കും. പിന്നെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നതാണ് നല്ലത്. എന്തുവാ ചേച്ചി ഇത്? ആഹാ നമ്മുടെ ആളാണല്ല. ആവശ്യം വരുവാണെങ്കിൽ വിളിക്കാം. ആഴ്ചയിൽ അടിയുണ്ടാവും. ആരൊക്കെ തമ്മില്? ആരൊക്കെ തമ്മിലൊന്നുമില്ല. ആരെ കിട്ടിയാലും അടിയുണ്ടാവും. ആഹാ അടുത്ത അടിക്കുണ്ടല്ലോ, മോൾ അങ്കിളിനെ വിളിച്ചു, അങ്കിളും കൂടെ കൂടാം. എന്താ ഹരി, ഇവളെ ഒന്ന് തളയ്ക്കാൻ എന്താ ഒരു വഴി? എന്തോന്നമ്മ, എനിക്കൊന്ന് മതം പൊട്ടിയിരിക്കണ തളച്ചിടെന്ന് പറയാൻ. കണ്ടോ കണ്ടോ, ഇതാണ് അവിടെ സ്വഭാവം. ഹരി ഇവിടെ ഇരിക്കുന്ന പോലെ അവള് നോക്കിയില്ലല്ലോ. ചേച്ചി ഞാൻ ഒരു കാര്യം പറയട്ടെ. ചേച്ചി ഒരു പെൺകുട്ടിയല്ലേ, മരുമകളല്ലേ, അവളെ പുറത്തുനിന്ന് ഒരാൾ ഇവിടെ ഇരിക്കുമ്പം അവളെ തളയ്ക്കണം എന്നൊക്കെ പറയുന്നത് ശരിയാണോ? ആർക്കായാലും ദേഷ്യം വരത്തില്ലേ? ചേച്ചിക്കാണ് ദേഷ്യം വരില്ലേ? കൊടുകൈ കണ്ടുപടി. പക്ഷെ അങ്ങളെ അമ്മൂമ്മ പറഞ്ഞേലേ ചെറിയൊരു കാര്യമുണ്ട്. ഈ അമ്മായിയുടെ ചില സമയത്തെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അമ്മായിയാന്ന് തോന്നൂല, വേറെ ആരൊക്കെയോ ബിഹേവ് ചെയ്യണ പോലെയാണ് തോന്നണത്. ഒരു മറ്റേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇല്ലേ, അതുപോലെ അല്ലേ യേശു? അങ്കിളെ ചോദിച്ചങ്ങളെ സംഭവം എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമ്മളിപ്പം അങ്കിളിനെ ഇങ്ങോട്ട് വിളിച്ചില്ലേ, അതിന് കാരണം ഇതുവരെ അമ്മായിക്ക് അറിഞ്ഞൂടാ. അമ്മായിക്ക് ഒരു ചെറിയ ബാധയുണ്ടോ കണ്ടാ അടിക്കണണ്ടാ. പിന്നെ എന്തോന്നാണ് അമ്മായി ഒന്ന് അടങ്ങ്, ജോലിച്ചിരിക്കുന്നു. ചോദിച്ചേ വല്ല ഭസ്മോ വല്ല തെളിപ്പൊടി ഉണ്ടെങ്കിൽ വാരി എറിയതിന്. ചേച്ചി നിങ്ങൾ ബഹളം വെക്കാതെ, ഇത് ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചാൽ മതി, അല്ലാതെ ബാധയൊന്നും അല്ല. ഇത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റത്തില്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നതാണ് അതിന്റെ മാർഗം. സൈക്കോളജിസ്റ്റാ? ഹരിയേട്ടൻ ഇവരെ അറിയാത്തോണ്ടാണ്. ആടിനെ പട്ടിയാക്കുന്ന ടീംസ് ആണ് ഇതൊക്കെ. ചിരിച്ചോണ്ടിരിക്കണം. കണ്ടോ, ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. ചേച്ചി ഇവിടുത്തെ പ്രശ്നം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനൊരു പരിഹാരമുണ്ട്, അത് ചെയ്യണം. എന്തുവാ? ചേച്ചി ഗൗരിയോട് അധികം സംസാരിക്കാതിരിക്കുക. അതെ, എനിക്ക് ഒരു സംശയം കൊണ്ടുണ്ട്. ഇതുവരെ തീർന്നില്ലേ? അല്ല, ഇവരുടെ ആരുടെയും കാര്യമല്ല, പിന്നെ ഇവന്റെ കാര്യമാ, കേശുവിന്റെ. എന്റെ എന്തിനാര്? ഇവനെ ഈയിടെയായിട്ട് ആവശ്യമില്ലാത്ത കുറച്ച് കൂട്ടുകെട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചേച്ചിക്ക് അല്ലയോ അത് ആവശ്യമില്ലാത്ത, അവന് ആവശ്യമുള്ളതൊക്കെ ആയിരിക്കും. പ്രായം അതല്ലേ ചേച്ചി, ഈ പ്രായത്തിൽ കൂട്ടുകാരൊക്കെ ഉണ്ടാവത്തില്ലേ? അതല്ലെന്നേ, പെമ്പിള്ളാരുമായിട്ടാണ് കൂട്ടുകെട്ട്. എന്നിട്ട് അവരെ വിളിച്ചോണ്ട് ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആണോടാ കേശു? കുഴപ്പമില്ല ചേച്ചി, പ്രായത്തിന്റെയാ, ചേച്ചി മൈൻഡ് ചെയ്യണ്ട, വിട്ടുകളാ. എന്നാ ഞാനേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? ചേച്ചി തീരുമ്പോ ഇങ്ങനെ കാര്യം ചോദിക്കാൻ ഞാൻ എന്താ കുപ്പിന്ന് ഇറങ്ങി വന്ന ഭൂതമാണോ? ചോദിക്കേ. അല്ല ഹരി അടുക്കളയിലോട്ടൊന്ന് വരാവോ? പാത്രം കഴുകാനോ? അയ്യോ അല്ലല്ല, പാത്രം കഴുകാനൊന്നും അല്ല. പിന്നെ ചായ ഇടാനോ? അല്ല, ഈ അടുക്കളയുടെ സ്ഥാനവും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി ഒന്ന് പറഞ്ഞാൽ. ഓ, അടുക്കള കാണൽ ചടങ്ങ്. എന്നാ പോയാലോ? ചേച്ചി പെട്ടെന്ന് പൈപ്പ് ഓഫ് ചെയ്യേ. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജലം അമൂല്യമാണ്, പാഴാക്കരുതെന്ന് അറിഞ്ഞൂടി. വെറുതെ ഈ പൈപ്പ് തുറന്നിട്ടിട്ട് വെള്ളം എല്ലാം പോവില്ലേ ചേച്ചി? അതായിരുന്നോ? അടുക്കള ശരിക്കും തച്ചുശാസ്ത്രപ്രകാരം കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. അയ്യോ, ചത്തുശാസ്ത്രം അല്ല മോളെ, തച്ചുശാസ്ത്രം. അങ്ങനെ നേരത്തെ പുറത്തു വെച്ച മോളോട് വാസ്തുവിനെ പറ്റി പറഞ്ഞു തന്നില്ലേ? അതുപോലെ തച്ചുശാസ്ത്രപ്രകാരം വാസ്തുപ്രകാരം വടക്ക് കിഴക്കോ തെക്ക് കിഴക്കോ ആണ് അടുക്കള വരേണ്ടത്. ഇവിടെ വടക്ക് കിഴക്കാണ് അടുക്കളയുള്ളത്. അപ്പൊ നല്ലതല്ലേ, ഒരു കുഴപ്പമില്ല. ഹരി, പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ, നമുക്ക് ഈ അടുക്കള പൊളിച്ചു മാറ്റി വേറെ എങ്ങോട്ടെങ്കിലും പണിയണമെങ്കിൽ പണിയാം. ചേച്ചി ഒരു പ്രശ്നവും ഇല്ലാത്ത അടുക്കള എന്തിനാണ് ചേച്ചി പൊളിച്ചു മാറ്റുന്നത്? പിന്നെ ചേച്ചിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടുക്കള പൊളിച്ച് അപ്പുറത്തോട്ടൊന്ന് മാറ്റാം. അയ്യോ, അത് വേണ്ട വേണ്ട വേണ്ട. പിന്നെന്താ പ്രശ്നം? നല്ല സ്ഥാനത്തല്ലേ ഇരിക്കുന്നേ. അപ്പൊ അടുക്കള പ്രശ്നമില്ലല്ലേ? ഒരു പ്രശ്നവും ഇല്ല. ആ
എന്നാ പിന്നെ എനിക്ക് വേറൊരു പ്രശ്നമുണ്ട്. പിന്നെയും എടാ ഈ ചേച്ചിയുടെ പേര് ഭവാനി എന്ന് മാറ്റി പ്രശാനി എന്നാക്കണമെന്ന് തോന്നുന്നു. ഇനി എന്താ പ്രശ്നം പറ. ഞാൻ പറയട്ടെ, പറഞ്ഞോ. കനകത്തിന്റെ കാര്യമാ. കനകത്തിന് എന്ത് പ്രശ്നം? കനക ഹാപ്പിയാണല്ലോ. കനകത്തിന്റെ കല്യാണം കഴിഞ്ഞു. കൺഗ്രാറ്റ്സ്. പക്ഷെ ഭർത്താവ് ഇപ്പൊ കൂടില്ല. അപ്പൊ ഭയങ്കര വിഷമത്തിലാണ്. പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല ചേച്ചി, നല്ല സന്തോഷമാണല്ലോ. நான் ரொம்ப ஹாப்பி தான். അവിടെയും ചേച്ചിക്കാണ് പ്രശ്നം, ആ കുട്ടിക്ക് ഒരു പ്രശ്നവും ഇല്ല. പിന്നെ എല്ലായിടത്തും ഉള്ള ചില പ്രശ്നങ്ങൾ. അയാൾ ഇവിടെ ഹാപ്പി ആണെങ്കിൽ ഇവിടെ ഹാപ്പി ആയിട്ട് നിൽക്കട്ടെ ചേച്ചി. അതിലെന്ത് ചേച്ചിക്ക് എന്താണ് പ്രശ്നം? എന്നാലും എന്റെ ഹരി, എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ട് ഇവിടെ. ചേച്ചി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ. ചേച്ചിക്ക് എന്തെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടോ? ഇല്ല. ചേച്ചി പട്ടിണി കിടക്കുന്നുണ്ടോ? ഇല്ല. നല്ല മക്കളല്ലേ? അതെ. മക്കളൊക്കെ ചേച്ചിയെ നോക്കുന്നില്ലേ? നോക്കുന്നുണ്ട്. മരുമക്കൾ നല്ലപോലെ നോക്കുന്നില്ലേ? നോക്കുന്നു. കൊച്ചുമക്കൾ എങ്ങനെയുണ്ട്? നല്ല മക്കളാ. ക്രിമിനൽ സ്വഭാവമുള്ള പിള്ളേർ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അവർക്ക് വല്ല ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ശരിക്കും ചേച്ചിക്ക് ഒരു പ്രശ്നവും ഇല്ല. ശരിക്കും ചേച്ചിയുടെ പ്രശ്നം എന്താണെന്നറിയാവോ? എന്താ? പ്രശ്നമില്ല എന്നുള്ളതാണ് ചേച്ചിയുടെ പ്രശ്നം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പാറു നന്നായിട്ട് പഠിക്കുന്നില്ല. എന്റെ പൊന്ന് ചേച്ചി, ഈ മുട്ടയെന്ന് വിരിഞ്ഞ കുഞ്ഞല്ലേ, അതിപ്പോ കളിച്ച് നടക്കട്ടെ. ഇപ്പൊ ഇത് പഠിക്കേണ്ട പ്രായമാണോ? അവള് കളിക്കേണ്ട പ്രായമല്ലേ? അവള് കളിച്ചു വളരട്ടെ. അപ്പൊ അവളെ ബുദ്ധി ഇറക്കത്തുള്ള അവളുടെ അവള് മിടിക്കല്ലേ. ചേച്ചി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണോ ചേച്ചിയുടെ പുറപ്പാട്? അപ്പൊ ഞാൻ ഹരിയോടൊരു കാര്യം പറയട്ടെ. പറഞ്ഞു. ഹരി ഒന്ന് ഉപദേശിക്കണം. ആരെ? ഈ കൊച്ചുങ്ങളെ. ഇവർക്ക് എന്ത് പറ്റി? ഇവരാരും ഇപ്പൊ അമ്പലത്തിൽ പോകത്തില്ലെന്നേ. ഇന്ന് രാവിലെ തന്നെ ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് അവർ അമ്പലത്തിൽ വന്നത്. നേരത്തെ ഉണ്ടല്ലോ ഈ ഗൗരി കൃത്യമായിട്ട് അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്ന, ഇപ്പൊ അവളും പോകത്തില്ല. ഒരെണ്ണത്തിന് വിശ്വാസം ഇല്ലെന്നേ. ചേച്ചി വിശ്വാസമൊക്കെ ഓരോരുത്തരുടെ മനസ്സിലല്ലേ. നമ്മളിപ്പോ നിർബന്ധിച്ച് വിശ്വാസമൊക്കെ എടുത്ത് അമ്പലത്തിൽ കൊണ്ടുപോകുന്നതിനേക്കാൾ അവരവരുടെ വിശ്വാസത്തിൽ വരുന്നതല്ലേ നല്ലത്. എനിക്ക് തോന്നുന്നത് അവർക്കൊക്കെ വിശ്വാസം ഉണ്ടെന്നാ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ചേച്ചി, മനഃകൃതം കൃതം രാമ ന ശരീരകൃതം കൃതം എന്നൊരു പദ്യമുണ്ട്. മനസ്സിലായോ? ഇല്ല. അതായത് മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ് നന്മ പ്രവൃത്തി. വിശ്വാസമാണെങ്കിലും അത് മനസ്സുകൊണ്ട് ചെയ്യണം. ശരീരം കൊണ്ട് കാണിക്കുന്ന കസർത്തുകളിലൊന്നും ഒരു കാര്യമില്ല. അവർ മനസ്സുകൊണ്ട് ഓക്കെയാണ്, മനസ്സുകൊണ്ട് അവർക്ക് ഭക്തിയുണ്ട്, അത് മതി. അല്ലാതെ അവർ വലിച്ച് പിടിച്ച് ബഹളം വെച്ച് അമ്പലത്തിൽ കൊണ്ടുപോകണം. അങ്കളാണ് യഥാർത്ഥ ജോത്സ്യൻ. ഹരി പറയുന്നൊക്കെ ശരിയായിരിക്കാം, പക്ഷെ എന്നാലും ഇവിടെയും പടവലത്തും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ചേച്ചി പറയുന്ന ഒരു കാര്യം ശരിയാണ്. ഇവിടെ പ്രശ്നമില്ല, പക്ഷേ പടവലത്ത് പ്രശ്നമുണ്ട് ചേച്ചി. പടവലത്ത് എന്ത് പ്രശ്നം? ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ പോയിരുന്നു. അവിടെ ചില പ്രശ്നങ്ങളുണ്ട് ചേച്ചി. അവിടെ എന്തോ പ്രശ്നം? അവിടെ നമുക്കൊരു വീടിന് ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെ ഉണ്ട്. അതിപ്പോൾ ഒരു വാർദ്ധക്യം കഴിഞ്ഞ അവസ്ഥയിലാണ്. ചിലപ്പം അവിടെ ഒരു അപമൃത്യു ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ടാവും. കാരണേ അതിന് എത്ര വർഷം പഴക്കമുണ്ടെന്നാ ചേച്ചി പറഞ്ഞേ? അതൊരു 150 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയുന്നു. പോരാല്ലോ. പക്ഷേ പണ്ടുള്ളവർ പറയുന്നത് 400 വർഷത്തെ പഴക്കമുണ്ടെന്നൊക്കെ പറയുന്നു. അങ്ങനെ പോയിന്റിലേക്ക് വാ. ഞാൻ അകത്ത് കയറിയപ്പം മൊത്തം ജീർണിച്ച് എല്ലാം ചെതലെടുത്ത് വല്ലാത്തൊരവസ്ഥയിലാണ്. അടുത്ത മഴക്കാലത്ത് അത് ഇടിഞ്ഞു വീണ് അവിടെ ആരെങ്കിലും അതിനടിയിൽപ്പെട്ടിട്ട് അപമൃത്യു ഉണ്ടാവും. അതുകൊണ്ട് അത് പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് അത് പൊളിച്ച് പണിയാൻ നോക്കിക്കോണം. പൊളിക്കുക മാത്രമല്ല, പൊളിച്ചിട്ട് അവിടെ പുതിയ വീട് പണിയുകയും ചെയ്യണം പെട്ടെന്ന്. പൊളിക്കണം എന്നല്ല, പൊളിച്ചടുക്കണം. അവിടെ പുതിയ വീട് കെട്ടണം. അതൊന്നും നടക്കത്തില്ല. പരിഹാരമൊന്നുമില്ലേ? പരിഹാരമാണ് ചേച്ചി പറഞ്ഞത്. ആ വീട് പൊളിക്കണം, അവിടെ പുതിയത് പണിയണമെന്ന്. വേറെന്ത് പരിഹാരം? അല്ല ഹരി, പൊളിച്ചടുക്ക് ചേച്ചി. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.